ഡയറക്റ്റ് ഒരു മീനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആത്മീയത തെറ്റും. ബൈബിൾ മറ്റൊരു ഹിസ്റ്റോറിക്കൽ ബുക്കായിട്ട് മാറും. ജീസസ് ക്രൈസ്റ്റും ബൈബിളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ നമ്മൾ വായിക്കുന്ന രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ബൈബിൾ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്നിട്ടില്ല. നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ജീസസ് ക്രൈസ്റ്റ് അനുഭവിച്ച പീഡനങ്ങളും കുരിശുമരണങ്ങളും എല്ലാം നമുക്കൊരു പെയിൻഫുൾ ആവേണ്ട ആവശ്യമില്ലല്ലോ. അത് ആത്മീയമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ആണ്. അത് അങ്ങനെയാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ മറ്റൊരു അർത്ഥത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ചാർത്തി കൊടുത്ത പദവിയല്ലേ ആർക്ക്? ജീസസ് ക്രൈസ്റ്റിന്. നിങ്ങൾ ജീസസിനെ പോലെ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനല്ലേ? ആണ്. അപ്പൊ പിന്നെ എന്തിനാ അദ്ദേഹത്തിന് മാത്രം അത് ചാർത്തി കൊടുക്കേണ്ട? അദ്ദേഹം അനുഭവിച്ചു പോയ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സിദ്ധികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകളും വെച്ചിട്ടാണല്ലോ നമ്മൾ അതിന് എടുക്കുന്നത്. ആണ്. നമുക്ക് കഴിവുകളില്ലേ? അതൊരു ആശ്ചര്യപരമാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. പക്ഷെ അതൊരു സിംബോളിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പാർട്ടേക്ക് ചെയ്യാൻ പറ്റും. സോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണോ നമ്മൾ എടുക്കുന്നത്? അങ്ങ് പറഞ്ഞ ഡയമെൻഷൻ എടുക്കേണ്ടത്. അതിന് ഡയറക്റ്റ് ഒരു മീനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആത്മീയത തെറ്റും. ബൈബിൾ മറ്റൊരു ഹിസ്റ്റോറിക്കൽ ബുക്കായിട്ട് മാറും. ആ ഹിസ്റ്റോറിക്കൽ ബുക്ക് വായിച്ചിട്ട് നമുക്ക് എന്താ നേട്ടം? ഈ ബൈബിൾ വായിച്ച ആളൊന്നും ഇങ്ങനെ ആക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതാ കാര്യം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം, ഈവൻ വേദങ്ങളാണെങ്കിലും ഖുറാനാണെന്നുണ്ടെങ്കിലും ബൈബിൾ ആണെന്നുണ്ടെങ്കിലും ഒരു സാധാരണ വ്യക്തി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിന് വിസ്ഡം കിട്ടിയ, എൻലൈറ്റ്മെന്റ് കിട്ടിയ ഒരു വ്യക്തിക്ക് മാത്രമേ അത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. ബൈബിളിൽ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ പോകുമ്പോൾ ഫിലിപ്പോസിനെയാണ് അങ്ങോട്ട് അയക്കുന്നത്. എന്തുകൊണ്ട് ഒരു പുരോഹിതനെ ദൈവം അയച്ചില്ല? എന്തുകൊണ്ട് ഒരു മഹാപുരോഹിതനെ അയച്ചില്ല? എന്തുകൊണ്ട് ഒരു മതവക്താവിനെ അയച്ചില്ല? എന്തുകൊണ്ട് ഒരു ചെറിയൊരു വ്യക്തിയായിട്ടുള്ള ഫിലിപ്പോസിന് ആ തിരുവെഴുത്തുകളുടെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനായിട്ട് അയച്ചു? സോ ഈ വ്യക്തിക്ക് മാത്രമേ ആ സ്പിരിച്വൽ ലൈഫ് അദ്ദേഹം ആസ്വദിച്ചിട്ടുള്ളൂ. അന്ന് ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ ജീസസ് പറഞ്ഞ സ്പിരിച്വൽ ലൈഫ് ആസ്വദിക്കുന്നത്. ആ വ്യക്തിയാണ് ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങോട്ട് അയക്കുന്നത്. ഇതിനേക്കാളും പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികളൊന്നും വേറെ ഉണ്ട്. സോ സ്പിരിറ്റ് ലെഡിലുള്ള ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി എനേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈഫ് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാകണം. എന്നാലേ പറ്റത്തുള്ളൂ. അല്ലാതെ തിയോളജി പഠിച്ചെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. ജീസസ് ക്രൈസ്റ്റും ബൈബിളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറ. ജീസസ് ക്രൈസ്റ്റും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും എല്ലാം എന്തെങ്കിലും ബന്ധമുണ്ടോ ബൈബിളിന്? ബൈബിളിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ നമ്മൾ വായിക്കുന്ന രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ജീസസ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ജീസസ് ചെയ്തു എന്നും അനുവർത്തിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിക്ക് അനുവർത്തിക്കാൻ പറ്റും സ്പിരിച്വലി ആണെങ്കിൽ മാത്രം. ആശ്ചര്യമായിട്ട് ഒരു ഗ്ലാസ് യഥാർത്ഥ ജീസസ് ക്രൈസ്റ്റ് തന്നെയാണോ ബൈബിളിലുള്ള ജീസസ് ക്രൈസ്റ്റ്? അതോ ജീസസ് ക്രൈസ്റ്റിനെ കുറച്ചുകൂടിയും ഒരു ബിസിനസ്സിലോട്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞ ബ്രാൻഡ് അംബാസഡർ ആക്കാൻ വേണ്ടി കുറെ വ്യക്തികൾ ഇരുന്ന് ചെയ്ത ഒരു പുസ്തകമാണോ ബൈബിൾ? അതാണ് എനിക്ക് ഒരു വ്യക്തത കൂടെ പറയേണ്ടത്. ഞാൻ ABC-ക്ക് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ബൈബിൾ പറയുന്ന ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്നിട്ടില്ല. എല്ലാവരും കൂടെ എനിക്ക് പൊങ്കാലയിട്ടു. അല്ല, എനിക്ക് മനസ്സിലാവും അങ്ങനെ പറഞ്ഞു. ഓക്കെ. സോ ബൈബിൾ എക്സോജറേറ്റ് ചെയ്യുന്നത് പോലുള്ള ഒരു സൂപ്പർ ഹീറോ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെയെങ്കിൽ അങ്ങ് പറയുന്ന ഈ വാദം അപ്പൊ പ്രശ്നം വരില്ലേ? ബൈബിൾ നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും ബൈബിൾ എഴുതി തയ്യാറാക്കിയത് ജീസസ് ക്രൈസ്റ്റിന് ശേഷമാണ്. അതെ. യഥാർത്ഥ ബൈബിൾ തന്നെയാണോ ഇപ്പോഴുള്ള പഴയ നിയമം തന്നെയാണോ പുതിയ നിയമം എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആണ്. ആർക്ക് ഇതിനെ അതെല്ലാം വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഭയുടെ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ബൈബിൾ കാണുന്നത് ഇപ്പൊ അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമുക്ക് ഇതിനെങ്ങനെ കാണാൻ പറ്റും? നമ്മൾ ബൈബിളിന്റെ അകത്ത് തന്നെ നമുക്കൊരു ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള സമയത്ത് ഈ ഡയമെൻഷനിൽ നമ്മൾ എങ്ങനെ സിമ്പിളാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മരിച്ച 4 ദിവസമായ ഒരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആയുള്ള ജീസസ് എഴുതി വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സാധനമല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആത്മീയമായിട്ട് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് ജീവൻ കൊടുക്കുന്ന ഒരു പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ അത് ജീസസ് ചെയ്തു വന്നു. അത് ആക്ഷരികമല്ല, ഭൗതികമല്ല. അത് ഒരാളിൽ വരേണ്ട പരിവർത്തനമാണ്, ഒരു കമ്മ്യൂണിറ്റിയിൽ വരേണ്ട പരിവർത്തനം. ഉയർത്തെഴുന്നേൽക്കുക പറയുന്ന ഒരു പദം നമ്മൾ പിന്നീട് കേൾക്കുന്നത് ജീസസിലാണ്. അതെ. അതും ആക്ഷരികമല്ല, അതും ഭൗതികമല്ല, അതും ആത്മീയമാണ്. നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ജീസസ് ക്രൈസ്റ്റ് അനുഭവിച്ച പീഡനങ്ങളും കുരിശുമരണങ്ങളും എല്ലാം നമുക്കൊരു പെയിൻഫുൾ ആവേണ്ട ആവശ്യമില്ലല്ലോ. അത് ആത്മീയമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ആണ്. അത് അങ്ങനെയാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ മറ്റൊരു അർത്ഥത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഈ ഒരു സിമ്പിൾ ലോജിക് എടുത്തത്, ഒരു മനുഷ്യൻ മരിച്ചു, 3-ാം ദിവസം ഉയർത്തുവെങ്കിൽ മരിച്ചതിന്റെ വേദന എന്തിനാ? ഉയർത്തല്ലോ. അത് മനുഷ്യന് വേദനിക്കണോ? ആവശ്യമില്ല. അപ്പൊ അവിടെ തന്നെ തീർന്നില്ലേ ക്രിസ്ത്യാനിറ്റിയുടെ പ്യൂരിറ്റി? അപ്പൊ പിന്നെ എന്തിനാ ഒരു ദുഃഖ വെള്ളിയാഴ്ച?
ശരിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് ഇതാണ് ഒരു, അതായത് പലപ്പോഴും നമ്മൾ നേരത്തെ നമ്മൾ ഈ ഇന്റർവ്യൂവിന്റെ തുടക്കം പറഞ്ഞ പോലെ നമ്മൾ ആളുകളെ യോഗ്യതകൾ നോക്കി യോഗ്യതയുള്ള മനുഷ്യരെ മാത്രമേ നമ്മുടെ ലൈഫെല്ലാം സാക്രിഫൈസ് ചെയ്യുമ്പോൾ സഹായിക്കാവൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യതയില്ലാത്ത മനുഷ്യർ ഒരു പക്ഷേ നമ്മുടെ ഇത് നഷ്ടപ്പെടുത്തി കൊണ്ടുപോകുന്നത് എന്ത് വേണമെങ്കിലും ആത്മീയതയാവാം, നമ്മുടെ വിശ്വാസങ്ങളാവാം, നമ്മുടെ സമയം എന്ത് വേണമെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്ററിന്റെ ഒരു കാര്യം ഇപ്പോൾ ഇദ്ദേഹത്തിനടുത്ത് ചോദിച്ചത്, ജീസസ് ക്രൈസ്റ്റ് എന്തുകൊണ്ട് 12 ശിഷ്യന്മാർ ഉയർത്താൻ ഏൽപ്പിച്ചില്ല? 12 ശിഷ്യന്മാർ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ 12 ശിഷ്യന്മാർക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ല, ആ യോഗ്യതയുള്ളത്. അല്ലെങ്കിൽ ഇപ്പം അങ്ങ് പറയുന്ന പോലെ ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പായിരിക്കാം ബാക്കിയുള്ളവർ കൊടുത്തത്. അപ്പോൾ 12 ശിഷ്യന്മാർ, അപ്പോഴും അവരുടെ ചോദ്യമുണ്ട്, അതെന്താ അദ്ദേഹത്തിന് 12 ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും യോഗ്യതയില്ലേ എന്നും ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ അടുത്ത തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. പലപ്പോഴും നമുക്ക് ചോദ്യചിഹ്നങ്ങളായിട്ട് ഇത് ഉയർത്താം. 12 ശിഷ്യന്മാർക്ക് മാത്രമല്ല, 12 ശിഷ്യന്മാരിലായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തു ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എനിക്ക് അതിന് തിരിച്ച് എനിക്ക് മറുപടി ഉണ്ട്. ഈ 12 എന്ന് പറയുന്നത് 12 വ്യക്തികളല്ല, 12 ഗോത്രങ്ങളാണ്. ജീസസ് റെപ്രസെന്റ് ചെയ്യുന്നത് മൊത്തം ഇസ്രായേൽ ജനങ്ങളെയാണ്. 12 ഗോത്രങ്ങളും അടങ്ങുന്ന 12 സമൂഹത്തെയാണ്. അവിടെ 12 എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ആണ് 12 ഗോത്രങ്ങളുടെ. അപ്പോൾ ഈ ഗോത്രങ്ങൾക്ക് പുറത്ത് ഒരുപാട് ഗോത്രങ്ങളില്ലേ? ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ഉള്ളൂ. ആണ് ഈ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ് 12 ശിഷ്യന്മാർ വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇപ്പോഴും നമ്മൾ ബൈബിളിനെയും ജീസസ് ക്രൈസ്റ്റിനെയും കാണുന്നതെല്ലാം ഇസ്രായേലിന് അകത്ത് മാത്രം എങ്കിൽ ഇതിന് ചുറ്റും, ഈ ഭൂമിക്ക് ചുറ്റും ഒരുപാട് ഗോത്രങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ അതും ഒരു ബിസിനസ് ആയിട്ട് വേണം നമുക്ക്. അത് ജീസസ് വ്യക്തതയോട് കൂടെ പറഞ്ഞല്ലോ, എന്നെ അയച്ചിരിക്കുന്നത് ഈ ഗോത്രത്തിൽ കാണാതെ പോയ ആളുകളെ തിരഞ്ഞ് രക്ഷിപ്പാനാണ്. സെൽഫിഷ് ചിന്താഗതിയില്ലേ? ഒരു ഈശ്വരൻ അങ്ങനെ ചിന്തിക്കുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഈശ്വരൻ ചിന്തിച്ചു ഒരു ഗോത്രത്തെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഈശ്വരൻ. അതിന് വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞയക്കുന്നു, അദ്ദേഹത്തിന് കുരിശുമരണം കൊടുക്കുന്നു, ആ ഗോത്രത്തിലുള്ള 12 പേരെ സെലക്ട് ചെയ്തിട്ട് ആ ഗോത്രത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ചുറ്റുമുള്ള പക്ഷിമൃഗാദികളും മനുഷ്യർക്ക് ഒരു വിലയില്ലേ? ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഗാന്ധിജി ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ ഇന്ത്യൻ ജനതയ്ക്ക്. അതെ, അതൊരു സാക്രിഫൈസ് ശരിക്കും ജെന്യൂൻ ആയിരുന്നില്ലേ? കാരണം ഇന്ത്യക്കാര് സ്ലേവറിയിലായിരുന്നു. ആ സ്ലേവറിയിൽ ഇരുന്ന ഇന്ത്യക്കാരുടെ വിമോചനത്തിനാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ലൈഫിനെ സാക്രിഫൈസ് ചെയ്യുന്നത്. ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതെന്ന് വെടിവെച്ചു പോകുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് മാന്യമായിട്ടൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് UK പോയത്. അതെല്ലാം മാറ്റിവെച്ച്, കുടുംബജീവിതം മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ ലൈഫിനെ ഡെഡിക്കേറ്റ് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. സെയിം വേ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരു ഗാന്ധിജി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവും വളരെ സാമാന്യനായ ഒരു മനുഷ്യനും വ്യക്തിയായിരുന്നു. ജീസസ് ക്രൈസ്റ്റിനെ നമ്മളൊരു മനുഷ്യനെ അപ്പുറത്തോട്ട് നമ്മൾ ദൈവികമായ അല്ലെങ്കിൽ പിതാവിന്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിനെ ഗാന്ധിജിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉദാഹരണത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും? അത് നമ്മൾ ചേർത്തി കൊടുത്ത പദവിയല്ലേ? ആർക്ക്? ജീസസ് ക്രൈസ്റ്റിനെ. നിങ്ങൾ ജീസസിനെ പോലെ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനല്ലേ? ആണ്. അപ്പൊ പിന്നെ എന്തിനാ അദ്ദേഹത്തിന് മാത്രം അത് ചാർത്തി കൊടുക്കേണ്ട? അദ്ദേഹം അനുഭവിച്ചു പോയ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സിദ്ധികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകളും വെച്ചിട്ടാണല്ലോ നമ്മൾ അതിനെ എടുക്കുന്നത്. നമുക്ക് കഴിവുകളില്ലേ? ഉണ്ട്. നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തി, നമുക്ക് ജീസസ് ക്രൈസ്റ്റിനെ മാറ്റി വെച്ചാലും പിതാവ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ചിന്താഗതിയില്ലേ ഇത്? അതെ, ആണ്. ഒരു ഈശ്വരന് അങ്ങനെ ഒരു കാര്യത്തിന് അതായത് ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ലോകത്തുള്ള ബാക്കി ജനങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ? ഇപ്പോ ഉണ്ട്, തീർച്ചയായിട്ടും. ഓരോ നവോത്ഥാന നായകന്മാരും ഓരോ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സമയത്തെല്ലാം ആഫ്രിക്കയിലെ ജനങ്ങൾ അടിമകളായിട്ട് ജീവിക്കുന്ന സമയവും എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന കറുത്ത വിഭാഗത്തിൽപ്പെട്ടവരും സാമ്പത്തികം കുറഞ്ഞവരും എല്ലാവരും വളരെ അടിമത്തം ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിന് വേണ്ടി മാത്രം എന്ന് പറയുന്നിടത്ത് ദൈവം ചുരുങ്ങി പോകല്ലേ? അത് നമ്മളൊരു മനുഷ്യൻ ചിന്തിക്കുന്നതിന്റെ അളവിൽ നമുക്ക് ചിന്തിക്കുന്നുള്ളൂ. ഒരു സ്പിരിച്വാലിറ്റി ഒരു വൈഡ് ആംഗിളിലോട്ട് തീർച്ചയാണോ ആണ്. പക്ഷെ നമ്മൾ ഇതിനെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തീയ മതം ഇതിനെ ചുരുക്കി വെച്ചിരിക്കുന്നത് ഈ കൺസെപ്റ്റിലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തർക്കിക്കേണ്ടിയോ വാദിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നായകൻ വന്നത് ഗാന്ധിജി വന്നതുപോലെ തന്നെയാണ്. അവരുടെ മതത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിമോചിക്കാൻ വേണ്ടിയിട്ട് ആ സമൂഹത്തിന് വേണ്ടി ഒരു വിപ്ലവ നായകൻ. ജീസസ് ശരിക്കും പറഞ്ഞ ഒരു വിപ്ലവ നായകൻ തന്നെയായിരുന്നു. സോ ആ സമൂഹത്തിലേക്ക് വന്ന ഒരു വിപ്ലവ നായകനെ പിടിച്ചിട്ട് നമ്മൾ ലോകത്തിന്റെ രക്ഷകനാക്കി മാറ്റേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ക്രിസ്തീയ മതം ചെയ്തിരിക്കുന്ന ഒരു പൊലിപ്പിച്ച ഒരു കാര്യമാണ്. ജീസസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മിഷൻ എന്താണെന്ന്. ജീസസിനെ അയച്ച പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം എന്തിനാ വരുന്നതെന്ന്. ഇസ്രായേൽ ഗോത്രത്തിന്റെ രക്ഷ മാത്രമാണ് അദ്ദേഹത്തിന്റെ മിഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സമമായി നിൽക്കുന്ന ആ ഒരു സമൂഹത്തിനോട് മാത്രം, അത്രേ ഉള്ളൂ. അത് ബൈബിളും വ്യക്തമായി പറയുന്നുണ്ട്, ജീസസിന്റെ വാക്കുകളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അപ്പോസ്റ്റലന്മാരുടെ വാക്കുകളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രവാചകന്മാരും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ആ ലോകം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ലോകം എന്ന് പറയുന്ന ആ ലോകത്തെ പിടിച്ചിട്ട് എൻ്റെയർ വേൾഡാക്കി മാറ്റിയത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കഴിവാണ്. അതായത് നമ്മള് ഇപ്പോ ഈ ചോദ്യങ്ങളെല്ലാം ഇത്ര ആംഗിൾ പോവാതെ വളരെ ചുരുക്കി ഒരു ഇസ്രായേൽ ജനത്തിലോട്ട് അല്ലെങ്കിൽ രാജ്യത്തിലോട്ട് മാത്രം കൊണ്ടുവച്ചാൽ നമുക്ക് കറക്റ്റ് ഉത്തരവാണ്. അതെ, അല്ലെങ്കിൽ ഇതിനെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ബാക്കിയുള്ള രാജ്യങ്ങളും ബാക്കിയുള്ള മനുഷ്യരൊന്നും ഇതിനകത്ത് കണക്ട് ആവാതെ അതിനോട്ട് മാത്രം ചുരുക്കിയ. അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇന്ന് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്.